കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടി.വി.കെ അധ്യക്ഷൻ വിജയ്. പരുക്കേറ്റവർക്ക് 2 ലക്ഷം രൂപയാണ് നൽകുക. ദുരന്തത്തിന് പിന്നാലെ വിജയ് സംസ്ഥാന പര്യടനം മാറ്റിവെച്ചിരിക്കുന്നു. ടി.വി.കെ നേതാക്കളുമായി നടത്തിയ ഓൺലൈൻ ചർച്ചയിലാണ് ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടും. ഇതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുഹമ്മദ് റഹീസ് നമ്മളോടൊപ്പമുണ്ട് ചെന്നൈയിൽ നിന്ന്. റഹീസ്, വിജയ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വിജയുടെ അറസ്റ്റ് ഉണ്ടായേക്കും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ കാര്യത്തിലൊക്കെ എന്താണ് പുതിയ വിവരങ്ങൾ? അതോടൊപ്പം തന്നെ 20 ലക്ഷം രൂപയാണ് അടിയന്തര ധനസഹായമായി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ടി.വി.കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10 ലക്ഷം രൂപ പരിക്കേറ്റവർക്കും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ ഇരട്ടി തുകയാണ് ഇപ്പോൾ വിജയ് നൽകാം എന്ന് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ ഒരു പ്രതിസന്ധിയെ ടി.വി.കെ ഇനിയിപ്പോൾ മറികടക്കുക? ഏത് തരത്തിലുള്ള കൂടിയാലോചനകളാണ് ടി.വി.കെയിൽ നടക്കുന്നത്? തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടോ? വിജയെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടോ? GK നിലവിൽ തിരക്കിട്ട് വിജയെ അറസ്റ്റ് ചെയ്യേണ്ട എന്നൊരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ തലത്തിൽ അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് തിരക്കിട്ട് വിജയെ അറസ്റ്റ് ചെയ്യേണ്ട, അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കേണ്ട എന്നുള്ള ഒരു തീരുമാനമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് അവരെ വിജയെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ആ നിലയ്ക്ക് സ്വീകാര്യമാകില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ അത് തങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് വരില്ല. അതിന് പിന്നിൽ കുറച്ച് രാഷ്ട്രീയം കൂടി ഉണ്ട്. അത്തരത്തിൽ വിജയെ വീട്ടിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ പിന്നീട് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടുമ്പോഴൊക്കെ അത് അദ്ദേഹത്തിന് വലിയ മൈലേജ് ഉണ്ടാക്കും എന്ന തരത്തിലാണ് സത്യത്തിൽ സർക്കാർ തലത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നാളെ മദ്രാസ് ഹൈക്കോടതി ഈ വിഷയം ധരിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കോടതി സ്വമേധയ എന്തായാലും ഈ വിഷയത്തിൽ കേസെടുക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഘട്ടത്തിൽ വിജയ്ക്കെതിരെ കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതിന് മുന്നത്തെ ആഴ്ചയും ഒക്കെ ഈ വിഷയം പരിഗണിക്കുന്ന സമയത്ത് വലിയ വിമർശനം കോടതി ടി.വി.കെക്കെതിരെയും പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു നിയമങ്ങളും പാലിക്കാതെ റാലി നടത്തുന്ന പാർട്ടികൾക്കെതിരെയും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതുകൂടി പ്രതീക്ഷിച്ചാണ് വിജയെ തൽക്കാലം അറസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഒക്കെയും എത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിജയുടെ നീക്കങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമാണ്. അദ്ദേഹം ഇന്ന് രാവിലെ വരെ പ്രത്യേകിച്ച് ഇക്കാര്യത്തിലൊന്നും മിണ്ടിയില്ല. ഇന്നലെ രാത്രി അദ്ദേഹം ടി.വി.കെയുടെ ലീഗൽ ടീമുമായി സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ഇന്ന് രാവിലെ N ആനന്ദിനും ഒപ്പം തന്നെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിക്കുമെതിരെയൊക്കെ കേസെടുത്തതോടുകൂടി അദ്ദേഹം അത് നിയമവഴിയിലേക്ക് ഇനി നീങ്ങണം, അത് അധികം വൈകിച്ചുകൂടാ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പാർട്ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ചിലരെയും ഒപ്പം തന്നെ ഈ N ആനന്ദും ഒക്കെയായി നിർമ്മൽ കുമാറും ഒക്കെയായി ഒരു ഓൺലൈൻ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലാണ് തീരുമാനമായത് ഹൈക്കോടതിയെ സമീപിക്കാം എന്നുള്ളത്. മദ്രാസ് ഹൈക്കോടതിയെ ടി.വി.കെ സമീപിക്കുന്നത് ഇതിലൊരു സ്വതന്ത്ര അന്വേഷണം വേണം, CBI അന്വേഷണം വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അതായത് സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു അന്വേഷണം, സർക്കാരിന്റെ കീഴിലുള്ള ഒരു അന്വേഷണവും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലപാടിലേക്ക് ടി.വി.കെ എത്തുന്നു. അപ്പോൾ അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പോലീസിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ടാകും വരാൻ പോകുന്നത്. അത് ടി.വി.കെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ടി.വി.കെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് വിജയ് ഇത്തരത്തിലൊരു ധനസഹായം പ്രഖ്യാപിക്കാൻ കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ വിജയ് ധനസഹായം പ്രഖ്യാപിക്കാത്തതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വലിയ ഈ വാഗ്വാദങ്ങളും ഒപ്പം തന്നെ വിജയ്ക്കെതിരെ കടുത്ത വിമർശനവും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു ധനസഹായം, അത് 20 ലക്ഷം രൂപ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ വിജയ് തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ ഇരട്ടി തുക എന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത്രയെങ്കിലും തുക പ്രഖ്യാപിച്ചാൽ മാത്രമേ വിജയ്ക്ക് ഏതെങ്കിലും തരത്തിലൊന്ന് മുഖം രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി കൂടി കൊണ്ടാണ് അത്രയും വലിയ തുക പ്രഖ്യാപിക്കുന്നത്. അപ്പോഴും ആ തുക കുറഞ്ഞുപോയി എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ നീങ്ങുക മാത്രമല്ല, വിജയുടെ സംസ്ഥാന പര്യടനം അടുത്ത ആഴ്ചയിൽ, ഈ വരുന്ന ആഴ്ചയിൽ നടക്കാനുള്ള സംസ്ഥാന പര്യടനം മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെയും അദ്ദേഹം റാണിപ്പേട്ടിൽ ഉൾപ്പെടെ അദ്ദേഹം സംസാരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. അത് ഈ ഒരു ആഴ്ച എന്നുള്ളതല്ല, മറിച്ച് അടുത്ത 2-3 ആഴ്ചത്തേക്കെങ്കിലും താൽക്കാലികമായി ഈ ഒരു റാലി മാറ്റിവെക്കാൻ തന്നെയാണ് തീരുമാനം. അല്ലെങ്കിൽ കോടതി ഇടപെട്ടുകൊണ്ട് ഒരുപക്ഷെ അത് റദ്ദ് ചെയ്തേക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പാർട്ടിക്ക് അതിലും വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ നീങ്ങാനായി ഈ റാലി മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ സംസ്ഥാന
സംസ്ഥാന പര്യടനം മാറ്റിവെക്കുന്നു. ഒപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. ഒപ്പം ഈ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്കും അവർക്കൊക്കെ ഈ ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വിജയ് ഇടപെടുമ്പോൾ അദ്ദേഹം പ്രതിരോധത്തിന്റെ ആദ്യ പടി എന്നുള്ള രീതിയിൽ വേണം ഇതിനെ കണക്കാക്കാൻ. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് സർക്കാർ കൂടി ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ സർക്കാർ നീങ്ങുകയുള്ളൂ. അത് അദ്ദേഹത്തിന് മൈലേജ് കിട്ടുന്ന രീതിയിൽ, TVKക്ക് അല്ലെങ്കിൽ വിജയ്ക്ക് മൈലേജ് കിട്ടുന്ന രീതിയിൽ ഈ ദുരന്തത്തിൽ നിന്ന് മുഖം രക്ഷിച്ച അദ്ദേഹത്തിന് വീണ്ടും ഒരു താരപരിവേഷം നൽകാൻ, അല്ലെങ്കിൽ സർക്കാർ അദ്ദേഹത്തിന് ഇരയാക്കി, പോലീസ് നോക്കുകുത്തിയായി നിന്ന് സർക്കാർ വിജയെ ഇരയാക്കി എന്നുള്ള തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാതിരിക്കാൻ കൂടി ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന DMKയുടെ പ്രധാന നേതാക്കളും വിജയെ അറസ്റ്റ് ചെയ്യും എന്നുള്ളത് മിണ്ടുന്നു പോലുമില്ല. അത് ഇന്നലെ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അത്തരത്തിൽ ആരും അങ്ങനെ സംസാരിക്കുന്നുമില്ല. അപ്പോൾ അതൊക്കെയും വളരെ കരുതിക്കൂട്ടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ കുറച്ച് TVK പ്രവർത്തകരൊക്കെയും വിജയുടെ വീടിന് മുന്നിലേക്ക് എത്തിയിരുന്നു. പക്ഷേ അവർ അല്പസമയം നിന്നതിന് ശേഷം അവർ തന്നെ മടങ്ങി പോവുകയായിരുന്നു. വിജയ് ആരെയും കണ്ടിട്ടില്ല. അല്പം മുമ്പ് ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവ് വിജയ് കാണാനായി വീട്ടിലേക്ക് എത്തിയിരുന്നു. എന്നാൽ കാണാൻ കഴിയില്ല എന്നറിയിച്ച് വിജയ് അദ്ദേഹത്തിനെ മടക്കി അയച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് ഇന്ന് ആകെ കടന്നു വന്നത് 5 CASF ഉദ്യോഗസ്ഥരാണ്. വിജയ്ക്ക് വൈറ്റ് കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി സുരക്ഷ കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. പിന്നീട് വിജയുടെ വീടിന് 2 വശത്തുമായിട്ട് ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് പോലീസ്. ഈ കോമ്പൗണ്ടിനകത്ത് വീടുകൾ ഉള്ളവർക്ക് മാത്രം ഇവിടേക്ക് പ്രവേശിക്കാം. അതിനപ്പുറത്തേക്ക് മാധ്യമപ്രവർത്തകർക്കും പ്രവേശിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.